ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്ന് നാം വായിക്കുന്നു. ഇവിടെ അവനിലുള്ള വിശ്വാസത്താൽ, ആരിൽ? കർത്താവിലുള്ള വിശ്വാസത്താൽ നാം ആശ്രയിച്ചിട്ട്, അങ്ങനെയാണല്ലോ ഇതുവരെ ആശ്രയിച്ചിരിക്കുന്നത്. നമുക്കല്ലാതൊരു ആശ്രയമുണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ കർത്താവാണ് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നാം ജീവിക്കുന്നു. അതെ, ആശ്രയിക്കുന്നവർക്ക് പറയാൻ കഴിയുന്ന ഒരു വചനമാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നീയാണ് എൻ്റെ നന്മ. ദൈവസന്നിധിയിൽ അങ്ങനെ പറയുവാൻ നാം എത്രയോ തവണകൾ പറഞ്ഞിരിക്കുന്നു, പറയുവാൻ ഇനിയും സമയങ്ങൾ എടുക്കുന്നുണ്ട്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ആരാലും സ്നേഹിക്കപ്പെടാനോ കരുതുവാനോ ഇല്ലാതെ കൈവിടപ്പെട്ട ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ചിലപ്പോൾ ചിലർ വിചാരിച്ചിട്ടുണ്ട്, ജീവിതം മതി, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ആത്മഹത്യയുടെ വക്കിൽ നിന്നും, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നിന്ദയുടെയും അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ഒക്കെ മുമ്പിൽ നിന്നും ഈ യേശുനാഥൻ നമ്മെ സ്നേഹിച്ചു, നമ്മെ വിളിച്ചു, വേർതിരിച്ചു, കൃപയിൽ കൊണ്ടുവന്നു, നമുക്ക് വേണ്ട എല്ലാ നന്മകളും നൽകിത്തന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഇത്രത്തോളം സഹായിച്ചു. ഈ ദൈവത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ആശ്രയം മറ്റൊന്നുമില്ലല്ലോ. നമുക്ക് എത്ര തന്നെ അനുഗ്രഹങ്ങളും നന്മകളും വാഹനങ്ങളും വീടുകളും അതിൻ്റെ ആൾക്കാരെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ധന്യമാക്കി തീർത്ത ദൈവം അല്ലേ നമ്മുടെ ആശ്രയം. എന്തെല്ലാം ഉണ്ടെങ്കിലും നാം ദൈവത്തിന് നന്ദിയല്ലേ പറയുന്നത്? ദൈവത്തിന് സന്തോഷത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? മഹത്വവും സ്തുതിയും സ്തോത്രവും കൊടുത്തുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ കഴിയട്ടെ. ദൈവകൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അടുത്തതായി നാം വായിക്കുന്നത്, അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യക്കുറവുള്ളവരുണ്ട്. എന്തൊക്കെയോ ധൈര്യത്തിൽ പറയാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ ശകാരം കേട്ടിങ്ങനെ, എന്ത് ചെയ്യാം, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കുന്ന ദൈവകൃപ ഏറ്റെടുക്കേണ്ടതിന് പിശാച് തളർത്തുന്ന ദുരാലോചന കൊണ്ടുവരുമ്പോൾ അത് നടക്കത്തില്ല, സാധിക്കത്തില്ല എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം. അതിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് 2 മുറിക്കുള്ളി നിമിത്തം ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക, സാവധാനതയോടെ ഇരിക്കുക, അധൈര്യപ്പെടരുത് എന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പല വിഷയങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ദുരാലോചനകളുണ്ടാകാം. ഏതെങ്കിലുമൊക്കെ ദുരാലോചനകൾ, ആരെങ്കിലുമൊക്കെ ദുരാലോചനകൾ ചെയ്യട്ടെ. കഴുകുമരം ഒരുക്കുന്നവൻ കഴുകുമരത്തെ തന്നെ വീഴും. അത് നമുക്ക് ഭാരപ്പെടാൻ, നമ്മൾ പിന്നെ കേൾക്കുമ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ ഒരു ഭാരം ഉണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നീ അധൈര്യപ്പെടരുത്, സാവധാനതയോടെ ഇരിക്കുക. അതുകൊണ്ട് അവരുടെ ദുരാലോചന നടക്കത്തില്ല, സാധിക്കത്തില്ല. അത് ദൈവസന്നിധിയിൽ ദൈവം തന്ന ദൂതും വാഗ്ദത്വവുമാണ്. ആ വാഗ്ദത്തെ ദൂതുകളെയും പിടിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ചില അടയാളങ്ങൾ വെക്കാൻ പറയുന്നുണ്ട്. ചില അടയാളങ്ങളൊക്കെ വെക്കണം, ഇന്ന അടയാളങ്ങൾ. അതെ, അങ്ങനെ വയ്ക്കുമ്പോൾ സർവശക്തനായ ദൈവം അത് സാധിപ്പിച്ചു തരും. നമ്മുടെ ജീവിതം ധന്യമാകും. ക്രിസ്തുവിൽ ആശ്രയിക്കുക, ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം.
ഞങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടല്ലോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.